എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ കുറെ ദിവസങ്ങളായിട്ട് പ്രകൃതിയിലെ ജീവിതവും അതില് പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യരുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തെ പറ്റിയൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളിൽ പ്രകൃതിയെ കൂടി നമ്മൾ പരിഗണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളെ കൂടി പരിഗണിക്കുന്നതിലൂടെ എങ്ങനെ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിലേക്ക് അത് സംഭാവന ചെയ്യുന്നു എന്നുള്ളതിലേക്ക് ഉള്ള ഒരു പോസ്റ്ററാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. Considering convenience of other animals causes the nature to consider our convenience. നാം എപ്പോൾ മറ്റൊരു ജീവിയുടെ സൗകര്യപ്രദമായ ജീവിതത്തെ പരിഗണിക്കുന്നുവോ മാനിക്കുന്നുവോ അപ്പോൾ മുതൽ നമ്മുടെ സൗകര്യപ്രദമായ ജീവിതവും പ്രകൃതിയാൽ പരിഗണിക്കപ്പെടുകയും മാനിക്കപ്പെടുകയും ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമി എന്ന് പറയുന്നത് നമ്മളെ പോലെ തന്നെ വലിയൊരു ജീവിയാണ്. അതും നമ്മളെ പോലെ എല്ലാ തരത്തിലും സ്വയം സംഘാടകത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. എന്നാൽ ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മൾ പ്രയോഗിക്കുന്നുവോ അപ്പോൾ മുതലാണ് അത് നമുക്ക് അനുഭവമായി തുടങ്ങുക എന്നുള്ളതാണ് ഈ പോസ്റ്ററിലൂടെ പറയുന്നതാണ്. അതായത് നാം എപ്പോൾ മറ്റൊരു ജീവിയുടെ സൗകര്യപ്രദമായ ജീവിതത്തെ പരിഗണിക്കുന്നുവോ, നമുക്കറിയാം നമുക്ക് സൗകര്യപ്രദമായി ജീവിക്കണമെങ്കിൽ മറ്റൊരു ജീവികളെ കൂടി പരിഗണിക്കണമെന്ന്. അതായത് പ്രകൃതിയിൽ എല്ലാം ഇവിടെ നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നതിനപ്പുറം അവർ ഇവിടെ നിലനിൽക്കേണ്ടത്, അല്ലെങ്കിൽ അവ ഇവിടെ നിലനിൽക്കേണ്ടത് അവരുടെ അവകാശമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടതുള്ളത്. അപ്പൊ ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് ഈ പോസ്റ്ററിൽ പറഞ്ഞതുപോലെ അവരുടെ സൗകര്യപ്രദമായ ജീവിതത്തെ നമുക്ക് മാനിക്കാനും പരിഗണിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോ ആ ചിത്രത്തില് കാണുന്നത് ഒരു കഴുതയെ, അതായത് ദർശന്റെ പ്രിയപ്പെട്ട ഒരു മൃഗമാണത്, ദർശന്റെ നാട്ടിലെ. അപ്പൊ അതിനെ ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് അവിടെ ഞങ്ങളത് കണ്ട് അതിനോടുള്ള ഒരു സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് എടുത്ത ഒരു ചിത്രമാണ്. അതായത് നമ്മൾ ഒരു ജീവിയെ, അത് ഇവിടെ ജീവിക്കുന്നത് നമ്മളെ പോലെ തന്നെ ജീവിക്കേണ്ടതാണെന്നുള്ള തിരിച്ചറിവുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിന്റെ സൗകര്യപ്രദമായ ജീവിതത്തോടുള്ള പരിഗണന എന്ന് പറയുന്നത് നമ്മൾ അതിനൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല, അതിന് അസൗകര്യം ഉണ്ടാക്കുന്ന തരത്തിൽ അതിനോട് പെരുമാറാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോ അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ അവരുടെ സൗകര്യത്തിന് ജീവിച്ചു പോകുന്ന ഒരു അവസ്ഥയെ നമ്മൾ മാനിക്കുന്നത് അവരോട് യാതൊരു തരത്തിലുമുള്ള എന്താ പറയാ അനാസ്ഥ കാണിക്കാതെ പെരുമാറുക എന്നുള്ളതാണ്. അപ്പോ അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, സത്യത്തിൽ നമ്മൾ അവരോട് അത്തരത്തിൽ പെരുമാറുന്ന സമയത്ത്, പരിഗണിക്കുന്ന സമയത്ത് സത്യത്തിൽ നമ്മൾ നമ്മുടെ ജീവിതാവസ്ഥയാണ് കൂടുതൽ മാനിക്കുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് എന്നുള്ളത്. കാരണം നമ്മളാണ് നമ്മുടെ ജീവിതത്തെ ഉരുവാക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോ പഠിച്ചു വരികയാണ്. അപ്പൊ നമ്മുടെ മനസ്സില് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് നമ്മൾ മറ്റൊന്നിന് പരിഗണന കൊടുക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് തന്നെയാണ് അവിടെ പരിഗണന കൊടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ അകത്തെ പ്രകൃതിയെ നമ്മൾ വിശാലമാക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ സൗകര്യമാണ് വർദ്ധിക്കുക. സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സുസ്ഥിരമായിട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു സ്പേസ്, ഒരു ഇടം നമ്മൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലെ എല്ലാ ജീവജാലങ്ങളും ഇവിടെ നിലനിൽക്കേണ്ടതാണ്, അത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല എന്നുള്ള തിരിച്ചറിവ് ഈ രീതിയിൽ, അതായത് അവർക്ക് നിലനിൽക്കാനുള്ള സ്പേസ് അവിടെ അനുവദിച്ചുകൊണ്ട് അതിൽ നമ്മൾ അസൗകര്യപ്രദമായ രീതിയിൽ ഇടപെടാതെ അവരെ പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമ്മളിൽ എല്ലാവരിലും പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊന്നിനെയും അവരുടെ സൗകര്യപ്രദമായ അവസ്ഥയെ മാനിച്ചുകൊണ്ട് നമ്മുടെ സൗകര്യപ്രദമായ ജീവിതാവസ്ഥയെ പരിഗണിക്കുക എന്നത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.